ലെറ്റ്സ് വെൽക്കം ആൻസറ. ദേ കണ്ടോ ഇതാരാ ഇത്? ടീച്ചറാണോ? ഇതെന്താ കയ്യില് വടിയുണ്ട്? എന്റെ അമ്മ. എന്ത് പേടിക്കണേ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഗുഡ് Good മോർണിംഗ് morning, ടീച്ചർ. teacher. കുറച്ചും കൂടി പറ. ഗുഡ് ടീച്ചർ. എന്താ യൂണിഫോം ഇട്ടോണ്ട് വരാത്ത കുട്ടി? സോറി ടീച്ചറെ, കാരണം എന്നെ അടിക്കല്ലേ ടീച്ചറെ. കാരണം എനിക്ക് അടിക്കൂല. ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും പേടിയാ. കാരണം ടീച്ചർ നല്ല അട്ടി കൊടുക്കും. ഓ. എന്തെങ്കിലും കുന്നായ്മയോ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ അപ്പ അട്ടിയാ, നല്ല അട്ടി. ടീച്ചറിന് എന്തിനാണ് ഇങ്ങനെ ഞങ്ങളോട് ഇത്ര ദേഷ്യം? ചുമ്മാ ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വന്നാലും ടീച്ചർ അടിക്കുന്നുണ്ടല്ലോ, അതെന്തിനാ? ഇവിടെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ടല്ലോ. അതെ ടീച്ചറെ, ഞാനാ പുതിയ പുതിയ student. അഡ്മിഷനാ. ഇത് ഏതൊരു സിനിമയിലെ ടീച്ചർ ആയിട്ടുള്ളതല്ലേ? ടീച്ചർ. അതെ, അപ്പൊ ഞാനും ടീച്ചർ. നമ്മൾ രണ്ടുപേരും ടീച്ചേഴ്സാ. അപ്പൊ നമ്മള് എന്നെ കുട്ടിയായിട്ട് കൂട്ടണ്ട. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഈശ്വര, ചോദിച്ചോ. എന്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് മഞ്ഞുകുട്ടികൾ തന്നെ ലാട്ടികൾ എന്നൊരു പാട്ടാ. ആ പാട്ടിന്റെ സിനിമയും മ്യൂസിക്കും പറ. ഏതാ പാട്ട്? മഞ്ഞുകുട്ടികൾ തെന്നലാട്ടികൾ. ആ പാട്ട്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ടീച്ചറെ. എന്നെ തല്ലിക്കോ? എനിക്ക് ഇല്ല, അറിഞ്ഞൂടാ. ഇല്ല. 5 ഒരു കാര്യം മിനിറ്റ് പറയാം. അതിൽ അഭിനയിച്ച ഒരാളുടെ പേരല്ല, ആ. അതിന് അഭിനയിച്ച ഒരാളുടെ ഡയലോഗ് പറയാം. ആ. കാക്ക തൂറിയെന്നാ തോന്നുന്നത്. ജഗദീഷ് ചേട്ടൻ. അങ്ങനെയാണെങ്കിൽ ഇനി ഞാനൊരു ക്ലൂ തരാം. ആ. നമ്മൾ എല്ലാ പരിപാടിക്കും വെൽക്കം ടു എന്ന് പറയില്ലേ? ആ. അങ്ങനെ വെൽക്കം ടു അവർ ഷോ അങ്ങനെ പറയുമല്ലോ, അതിൽ ആ സിനിമ പേരുണ്ട്. വെൽക്കം. പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. നമ്മള് വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലം. വെൽക്കം ടു അതില്ലേ ചോദ്യം പറഞ്ഞില്ലല്ലോ. ആ. 5 മിനിറ്റ് ഉണ്ട്, ആ. പറഞ്ഞോളൂ. അതിന്റെ മ്യൂസിക്. അതിന്റെ മ്യൂസിക്കും പറയണോ? ആ. ഓ, എനിക്ക് നല്ല ആദ്യം സിനിമ ആണെങ്കിൽ പറഞ്ഞോ. വെൽക്കം ടു കൊടൈക്കനാൽ സിനിമ. ആ. അതിന്റെ മ്യൂസിക് ആരാ? ഒരു നമ്മൾ ഈ പോലീസിലൊക്കെ ഒന്ന്, DYSP അങ്ങനെ പറയില്ലേ? 2 ദേ എണ്ണാൻ പോണ്. 3 ദേ ദേ ചിരിക്കല്ലേ. 1 എനിക്ക് അറിഞ്ഞൂടാ ടീച്ചർ, എന്നെ 2 തല്ലിക്കോ? ഇല്ല കുഴപ്പമില്ല. 3 ഉം. 4 ഒരു പോയി. രാജ മണിയുണ്ടായി. രാജ അടുത്ത പറട്ടെ. രാജാമണി അതിപ്പോ ഇപ്പൊ പോയില്ലേ? പോയില്ല 10 ആവുന്നതിന് മുമ്പേ ഞാൻ ആ പറഞ്ഞു. തന്നെ അവനല്ല 5 മണിയായി. 5 മണിയായോ? അല്ല 5 ആയി. അന്നാ പോട്ടെ. എന്താ പണിഷ്മെന്റ്? എന്താ? ഒരു പതിക്ക് തല്ലിയാ മതി. പതുക്കെ തല്ലാനോ? ആ വരട്ടെ. ആ ശരി, വാ. ഓ ടീച്ചർ ഒന്ന് വേഗത്തിൽ വന്നാ വേഗം തന്നെ തല്ലിട്ട് പോവായിരുന്നു. ടീച്ചർ ഏത് ലെവലുള്ള തല്ലായിരിക്കും തല്ലുന്നതെന്ന് പ്രേക്ഷകർക്ക് ആകാംക്ഷ. എന്റെ അമ്മേ, ആ, അത്രേ ഉള്ളൂ. വേദന എടുത്തല്ലേ? എന്റെ കൈ ഒടിഞ്ഞു. ഒടിഞ്ഞു പോയാ? ആ, എന്താ ചെയ്തേ? തല്ലി അത്രയും ഇത് നോക്ക്, ഇവിടെ പൊട്ടി തല്ലി. ചോര ഏയ്. വന്നു. ചോര ആ വന്നു. വിഷമം മാറ്റാൻ വേണ്ടി ഒരു ഉമ്മ കൊടുത്തേരെ. അതൊരു ഒരു ഉമ്മ കൊടുത്തേ. ഒരു ഉമ്മ തരുമോ? താങ്ക് യു. നല്ല ടീച്ചർ അല്ലേ? എന്താണ് നമുക്ക് ടീച്ചർ? ഇതുപോലത്തെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിണങ്ങും ചെയ്യും, ചിരിക്കാൻ ചെയ്യും. ആയിക്കോട്ടെ. എന്തെങ്കിലും എന്റെ അടുത്ത് കളി കാണിച്ചാൽ ഞാൻ പിണങ്ങും. ആഹാ. അല്ലേ ഫ്രാൻസിസേ? നല്ല ടീച്ചർ. നമുക്കൊക്കെ അടി കിട്ടിയിരിക്കുന്ന വിടാ. ഏത് പാട്ടാ മക്കളെ പാടുന്നത്? മഞ്ഞുകുട്ടികൾ. ആ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞല്ലോ. ഉം. എല്ലാ ഡീറ്റെയിൽസും രാജാമണി വെൽക്കം ടു കൊടൈക്കനാൽ അതെ. എഴുതിയതാരാ? ലിറിക്സ് ബിച്ചു തിരുമല സാർ. തിരുമല സാർ. ആൻഡ് പിന്നെ സിനിമയുടെ പേര് വെൽക്കം ടു കൊടൈക്കനാൽ. സിനിമയുടെ ഇയർ 1992. ആൻഡ് സിംഗർ ഒരു സുന്ദര കുട്ടപ്പനാണ്. അച്ഛടാ. എന്റെ പൊന്നേ. അത് പറയട്ടെ. MG കുട്ടൻ. എന്താ അപ്പൊ നമ്മൾ തകർക്കും. നല്ലൊരു പാട്ടാണ് നമ്മുടെ രാജാമണിയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ആ പടത്തിലെ എല്ലാ പാട്ടും നല്ല നല്ല മെലഡി സോങ്സ് ആണ്. ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് ഫാസ്റ്റ്. തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. All the Thank best. you. All the best, teacher. Thank you. മഞ്ഞുകൂട്ടികൾ എന്നരാട്ടികൾ നിന്നുരിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ
സൂപ്പർ. താങ്ക് യു. ആൻസർ കുട്ടി എന്തോ നന്നായിരുന്നു മോളെ, താങ്ക് നല്ല യു. രസം ഉണ്ടായിരുന്നു. താങ്ക് യു. ആരാ പാട്ട് സെലക്ട് ചെയ്തേ? മമ്മി. ഏ? മമ്മി മമ്മി മമ്മിയാണ് സെലക്ട് ചെയ്തത്. എന്തോ ഒരു പറയാൻ മടി അത്. ഇത് ആരാ പഠിപ്പിച്ചത് മോളെ? പഠിപ്പിച്ചത് മമ്മി. ഉം, മമ്മി കുറച്ചൊക്കെ പഠിപ്പിച്ചു. ആ. ഗൃഹമാസം പഠിപ്പിച്ചു. പഠിപ്പിച്ചു. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. പക്ഷെ ഇതിനകത്ത് ഈ താളം കേട്ടായിരുന്നു. അതെന്താണെന്നറിയോ അങ്ങനെ ഇട്ടത്? ഇല്ല. ജസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞൊഴിഞ്ഞു കാലബൊമ്മ തന്ന പാട്ടുകൾ പൂത്ത മാമരം നേർത്ത ചാമരം വീശി വീശി ഞാൻ ഉറങ്ങി അലസ സരസ സുഗത ശയനം. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞൊഴിഞ്ഞു കാലബൊമ്മ തന്ന പാട്ടുകൾ. ഇതാണ് എന്റെ ഗ്രൂപ്പ്. അപ്പൊ മോള് പ്ലെയിൻ ആയിട്ട് പാടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഗ്രിപ്പ് ഫീൽ ചെയ്യത്തില്ല. അത് വിട്ട് ആ ഗ്രിപ്പ് മാറിയിട്ട് മെലഡിയിലോട്ട് വരുന്ന സ്വാഗതം കൊടൈക്കനാൽ, അവിടാണ് മെലഡി. പിന്നെ ഭൂപടങ്ങളിൽ വീണ്ടും അവിടെ ഋതം വരും, അർദ്ധമാറ്റിക് ആവണം. അപ്പൊ അത് ആദ്യത്തെ ഒരു സംഭവം. പിന്നെ ഈ കുളിർത്തടങ്ങളെ എന്ന് പറയുന്ന ആ നോട്ട് ഏതാ മോളെ? ഒന്ന് നോക്കി. സ്വാഗതം കൊടൈക്കനാൽ കുളിർത്തടങ്ങളെ, അങ്ങനെ വരും. സ്വാഗതം കൊടൈക്കനാൽ കുളിർത്തടങ്ങളെ. സ്വാഗതം ആ കുളിർത്തടങ്ങളെ. നീ മോളെ കുളിർത്തടങ്ങളെ എന്ന് പാടി. അപ്പൊ അതാണ് എനിക്കൊരു വലിയൊരു കൺഫ്യൂഷൻ വന്നത്. തടങ്ങളെ അവിടെ സംഗതിയുണ്ട് കേട്ടോ രണ്ടാമത്തേല്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇതാണ് ബേസിക് ആയിട്ട് പോയി. പിന്നെ താളം ഈ വീശി വീശി ഞാൻ ഉറങ്ങി അവിടെ കുറച്ച് ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. പ്രോബ്ലം. അടുത്ത പാട്ടിൽ നമുക്ക് ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആൻസർ കുട്ടി എന്തോ ഇതിപ്പോ എന്ത് വേണം? നമ്മള് പാടിയ എം ജി ചേട്ടന്റെ എം ജി അങ്കിളുടെ കയ്യിന്ന് തന്നെ മോള് ക്ലിയർ ആയിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയില്ലേ? കിട്ടില്ലേ? ഇത് പാടി ഇത് സെലക്ട് ചെയ്തപ്പോ ഇത് നമ്മള് ഇത് പാടിയ ആ എം ജി സാറിന്റെ മുമ്പിൽ പാടാൻ പോണ എന്താണ് മോൾക്ക് തോന്നിയ ഒരു വികാരം? കുറച്ച് ഇഷ്ടമായി പാടാൻ പറ്റിയല്ലോ. കൊച്ചിന് നേരെ മനസ്സിലായി, ടീച്ചറിന് മനസ്സിലായില്ലേ നമ്മൾ ചോദ്യം അങ്ങ് പിൻവലിച്ചു. മനസ്സിലായി അവക്ക്. കുറച്ച് ഇഷ്ടായി, പാടാൻ പറ്റില്ലോ. പിന്നെ പേടിയുണ്ടായിരുന്നു അല്ലേ? ഇല്ല ഇല്ല ഇല്ല, പേടിയൊന്നും ഇല്ല. ശരി ശരി ഉണ്ടായിരുന്നു. ടീച്ചറാണെങ്കിൽ ഇച്ചിരി പേടി. ടീച്ചർ പഠിക്കാത്ത ചോദ്യം നിങ്ങൾ ചോദിച്ചത്. മോള് പാടിയിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ ശരിക്കും ഒരു പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ മോള് അത് ജസ്റ്റ് എന്താ പറഞ്ഞ ഒരു പറഞ്ഞങ്ങനെ വിടാതെ അതിനെ ഒന്നോടെ ഒന്ന് രസകരമായിട്ട് പാടാമായിരുന്നു എന്ന് തോന്നി. പിന്നെ എനിക്ക് ചരണത്തില് അത് എന്താണ് പുഷ്പതാലമേന്തിടുന്ന മാമരങ്ങൾ, അവിടെയാണ് എനിക്കൊന്ന് ശ്രുതി പോയതായിട്ട് തോന്നിയത് കേട്ടോ മോളെ. ബാക്കി മോള് അത് ഒരു കുറച്ച് പ്ലെയിൻ ആയിട്ട് മോള് പാടിയതായിട്ട്, പക്ഷെ മോള് നന്നായിട്ട് പാടി. എന്നാ ഇനി ഈ പാട്ട് പാടുമ്പോഴത്തേക്ക് ഇനി എം ജി അങ്കിൾ പാടിയ പോലെ കറക്റ്റ് ആയിട്ട് അതുപോലെ പാടാൻ ശ്രദ്ധിക്കൂട്ടോ. ഇതിക്കുള്ളും ഞങ്ങൾ എന്ത് പറയാനാ, സൂപ്പറായി പാടി, നല്ല എൻജോയ് ചെയ്ത് പാടി. പിന്നെ ഈ പാട്ടിന്റെ ആ ഒരു താളം കേൾക്കുമ്പോ തന്നെ നമ്മൾ അറിയാണ്ട് പിന്നെ അതിന്റെ അകത്തോട്ടൊന്ന് ചെന്ന് എന്താ ഒരു സ്വിങ് വേണം, ഒരു സ്വിങ് കുറച്ചുകൂടെ അത് സാരമില്ല. ഇത്രയും രസമായി പാടില്ലോ. ഇതൊക്കെ അലസ സരസ സുഗത ശയനം, ഇതൊക്കെ എങ്ങനെ വന്നത് ഒന്ന് പഠിക്കാതെ. അലസ സരസ സുഗത ശയനം ഒന്ന് പറഞ്ഞേ, സ്പീഡിൽ പറഞ്ഞാലും മതി. മാമരം നേർത്ത ചാമരം വീശി വീശി ഞാൻ ഉറങ്ങി അലസ സരസ സുഗത ശയനം. വന്നു വായില് കളിക്കേട്ടാ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ വാവേ. ഇങ്ങനെ ഊട്ടി കൊടൈക്കനാലിലൂടെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന പോലെ തോന്നി. അതെ അതെ അതെ, അങ്ങനെയും തോന്നി. പിന്നെ ഒരു കുട്ടി ടീച്ചർ കൈ ഇങ്ങനെ വെച്ച് പാട്ട് മുഴുവനും അങ്ങനെയാ പാടിക്കൊണ്ടിരുന്നത്. നല്ല രസമുണ്ട്. തോന്നണ് കൊടൈക്കനാല് എന്നെയോ പോയാലോ? നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോയാലോ? എന്തായാലും അസലായിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. വളരെ ക്യൂട്ടായിരുന്നു. മോള് നിന്ന് പാടുന്ന കാണാനും കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു.
താങ്ക് യു താങ്ക് യു. നിങ്ങൾ എല്ലാരും ഈ ഒരേ താങ്ക് യു എങ്ങനെ പറയുന്നത്? താങ്ക് അല്ലേ? യു. ഒരാളെ വന്നിട്ട് ശീലമായി അതാ എല്ലാവർക്കും. എല്ലാരും ഒരേ ടോണിലാണ് പറയുന്നത്. അതുപോലെ എന്തുണ്ട് മോളെ വിശേഷം എന്ന് വെച്ചാൽ നല്ല വിശേഷം എല്ലാരും ഒരേ ടോണിൽ ഒരേപോലെ. പറയും. അതൊന്നും കേൾക്കാൻ രസമുണ്ട്. അപ്പൊ മോളെ നെക്സ്റ്റ് സോങ് നമ്മുടെ താളം, ശ്രുതി, ഇതുപോലെ തന്നെ ഇപ്പം തെറ്റായിട്ടാ പഠിച്ചു വെച്ച് കുളിർത്തരങ്ങളെ മാവരങ്ങളിലൊക്കെ വേറെ നോട്ടിലാണ് പോയത്. അതൊക്കെ ശ്രദ്ധിച്ചോണം. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു ആദ്യ ഒരു രാജാമണി പൂക്കുറ്റി. താങ്ക് യു.